ആദരണീയനായ നമ്മളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നമ്മളുടെ പ്രദേശത്തെ സമുന്നതരായ നേതൃത്വം, മങ്കട നിയോജക മണ്ഡലത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡല കൺവെൻഷനെ സമുജ്വലമാക്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഹ്രസ്വമെങ്കിലും സമഗ്രമായൊരു ഉദ്ഘാടന പ്രഭാഷണം ഇതിനോടകം തന്നെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് മലപ്പുറത്തു നിന്നൊരു ഇടതുപക്ഷ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. ദീർഘസമയമെടുത്തുകൊണ്ടുള്ളൊരു പ്രഭാഷണത്തിന് അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിൽ പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള ഈ കൺവെൻഷന്റെ ആമുഖ ഭാഷണങ്ങളിലാകെ നിഴലിച്ചു നിന്ന ഒരു വാചകമുണ്ട്. അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളതാണ്. മലപ്പുറത്തിന്റെയോ മങ്കടയുടെയോ മാത്രം അനുഭവമല്ല. എന്തിനധികം പറയുന്നു, കേരളത്തിന്റെ അതിർത്തി പരമ്പരകൾക്കപ്പുറം ഇന്ത്യയുടെ ഏതു ഗ്രാമനഗരാന്തരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏതു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചരിത്രപ്രധാനമാണ്. ഇപ്പോ അങ്ങാടിപ്പുറത്ത് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അങ്ങാടിപ്പുറം ഉൾക്കൊള്ളുന്ന മങ്കട മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒക്കെ ഏറിയും കുറഞ്ഞും പലരും പറയാറുണ്ട്, ഇത് ചരിത്രപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയാറുണ്ട്. ആ പ്രയോഗങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ വേണമെങ്കിൽ ഇത് കേട്ടുപഴകിയതല്ലേ, ഇതൊരു ക്ലീശയല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കുറച്ചു ദിവസങ്ങൾക്ക് പുറകിലാണ് മലയാളത്തിന്റെ ആദരണീയനായ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ പറയുന്നുണ്ട്, മലയാളത്തിലെ ചില പദങ്ങൾ ഉപയോഗിച്ച് പദം വന്നതാണ്. നമുക്ക് ചില കാര്യങ്ങളെ വിശദീകരിക്കുവാൻ, ചിലതിനെ കുറിക്കുവാൻ നമുക്ക് പുതിയ പദങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് സച്ചിദാനന്ദൻ പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് ചരിത്രപ്രധാനമാണ് എന്ന് ആവർത്തിച്ച് പ്രയോഗിക്കാൻ കാരണം എന്താണ്? ഈ സദസ്സ് നോക്ക്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായപരിധിയിൽപ്പെട്ടവരുമല്ല. നമ്മളുടെ പ്രദേശത്തിന്റെ ഒരു പൊതുപരിചയമാണ്. ബാലിക ബാലകന്മാർ മുതൽ വിദ്യാർത്ഥിനികൾ മുതൽ യുവതീ യുവാക്കൾ, മധ്യവയസ്കർ, വാർദ്ധക്യത്തിലെത്തിയവർ, ഒറ്റ വാചകത്തിൽ ചുരുക്കിയാൽ ആബാലവൃദ്ധം വരുന്നൊരു ജനസമൂഹമാണ് ഈ കൺവെൻഷനെ സമുജ്വലമാക്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളിൽ നിങ്ങൾ പരിശോധിക്കുക. ഇന്നയോളമുള്ള എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങളിൽ ഇത്രമേൽ അപകടപൂർണമായ ഒരു ദശാസന്ധിയിലൂടെ നമ്മളുടെ രാഷ്ട്രം കിടന്നു പോകേണ്ട വന്ന ഒരു കാലമുണ്ടായിട്ടുണ്ട്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം അങ്ങാടിപ്പുറത്തും മങ്കടയിലുമുള്ള നമുക്ക് മാത്രമല്ല, ഇന്ത്യയെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യായുസ്സുകളുടെയും അനുഭവങ്ങളിൽ അവിതർക്കിതമായൊരു വസ്തുതയാണ്. ഇന്നയോളമുള്ള നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഏറ്റവും ദുരന്തപൂർണമായ ഒരു കാലയളവിലൂടെയാണ് നമ്മളുടെ രാഷ്ട്രം കടന്നു പോകുന്നത്. 2024 തെരഞ്ഞെടുപ്പിന്റെ ചിത്രവും ഇത് തന്നെയാണ്, അതിന്റെ പ്രസക്തിയും ഇത് തന്നെയാണ്. ലളിതമായ ഒറ്റ ചോദ്യമേ ഈ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തായി മാറുന്നുള്ളൂ. അത് അങ്ങാടിപ്പുറത്താവട്ടെ, നിലമ്പൂരോ മങ്കടയിലോ പെരിന്തൽമണ്ണയിലോ പൊന്നാനിയിലോ മലപ്പുറത്തോ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയുമാവട്ടെ, ആ ചുവരെഴുത്തിനൊരു ഒറ്റ വാചകമെങ്കിലും ഗഗനസമ്പൂർണമായ ചർച്ചാ വിഷയമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം ചുവരെഴുത്തെന്ന് പറയുന്നത്. ഇന്ത്യയെമ്പാടുമുള്ള സാധാരണക്കാരായ മനുഷ്യായുസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ആ ചുവരെഴുത്തെന്ന് പറയുന്നത് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവരാരാണ്, ശിരസ് കുനിക്കാത്തവരാരാണ്, നട്ടെല്ല് വളയ്ക്കാത്തവരാരാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ വിനീത വിധേയരായി മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുക്കാതെ ഇന്ത്യയെ മുമ്പോട്ടേക്ക് നയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം ഏതാണ്? ഇത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം എന്ന് പറയുന്നത്. വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മുസ്ലിം പ്രശ്നമല്ല, ഇന്ത്യയിലെ ഒരു ഹിന്ദു പ്രശ്നമല്ല, ഇന്ത്യയിലെ ഒരു ക്രിസ്ത്യൻ പ്രശ്നവുമല്ല, ഇന്ത്യയിലെ ഒരു മതപ്രശ്നമേ അല്ല.
മതവിശ്വാസികളും വിശ്വാസികളല്ലാത്തവരുമായ ശതകോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് വർഗീയതയ്ക്ക് മുമ്പിൽ കീഴടങ്ങാത്തവർ ആരെന്നുള്ളത്. അതൊരു മലപ്പുറം പ്രശ്നവുമല്ല, അതൊരു കേരള പ്രശ്നവുമല്ല, അത് ഇന്ത്യയുടെ പ്രശ്നമാണ്. സ്ഥലകാല ഭേദങ്ങൾക്ക് അതീതമായി മതവിശ്വാസങ്ങളുടെ വ്യതിരിക്തതകൾക്കപ്പുറേ ഇന്ത്യ നിലനിൽക്കണോ എന്ന ചോദ്യത്തെയാണ് ഈ ചുവരെടുത്ത് കുറയ്ക്കുന്നത്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്നുകൊണ്ടൊരു ഇടതുപക്ഷ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങേണ്ടതുണ്ട്. ആ ചോദ്യത്തെ ബലപ്പെടുത്തുന്ന ചുവരെഴുത്തായി ഈ പ്രശ്നം മാറുന്നത് അവിടെയാണ്. വർഗീയത എന്ന് കേൾക്കുമ്പോൾ കീഴടങ്ങാത്തവരായി, ശിരസ് കുനിക്കാത്തവരായി, നട്ടല് വളയ്ക്കാത്തവരായി, വിനീത വിധേയരാകാതെ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഒറ്റുകൊടുക്കാത്തവരായി ഇന്ത്യയിൽ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറത്തിരുന്നുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്പവിഭവന്മാരായ പരിമിത വിഭവങ്ങളുള്ള നമ്മളുടെ നാട്ടിലെ ഇടതുപക്ഷ വിരുദ്ധ ജ്വരമുള്ളവർ നമ്മളെ നോക്കി പരിഹസിക്കും. എന്താണ് പരിഹാസം? ഇപ്പോ സമീപ ദിവസങ്ങൾ നടക്കുന്ന സംവാദങ്ങൾ എവിടെയും ശ്രദ്ധിച്ചാൽ മതി. കടുത്ത ഇടതുപക്ഷ വിരുദ്ധ ജ്വരമുള്ളവർ പറയും, അതിന് ഇന്ത്യയിൽ വർഗീയതയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണ് പങ്ക്? ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്ന MP-മാരല്ലേ നിങ്ങൾക്കുള്ളൂ? ഇന്ത്യൻ ഇടതുപക്ഷത്തിന് ഇന്ത്യൻ വർഗീയതയുടെ പ്രതീകമായ RSSനെ പരാജയപ്പെടുത്തുവാൻ, സംഘപരിവാരത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു നിർത്തുവാൻ നിങ്ങൾക്ക് എന്താണ് പ്രസക്തി? പ്രബലമായി ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. എന്താണ് പ്രത്യേകത? ഞാൻ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സമീപ ദിവസങ്ങൾ നിങ്ങളെടുത്ത് കാണാം. സമീപ ദിവസങ്ങൾ നമ്മൾ അങ്ങാടിപ്പുറത്ത് ഒത്തുചേരുന്നതിന് സമീപ ദിവസങ്ങൾ ഇന്ത്യ സാക്ഷ്യം വഹിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായി? ഗഗനസമ്പൂർണമായ ഒരു ചോദ്യമേ അല്ലാതെ ജനസാമാന്യത്തിന്റെ അനുഭവത്തിൽ നിരക്ഷരരുടെയും ചുമട്ടുതൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും വാർദ്ധക്യത്തിലെത്തിയവരുടെയും സാധാരണക്കാരുടെയും നിസ്വരായ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും അനുഭവങ്ങളിൽ നമ്മൾ തലചുറ്റിക്കുന്ന ആശങ്കയോടുകൂടെ സമാധാനപൂർണമായ നമ്മുടെ ചിന്തകൾക്ക് തീ കൊളുത്തിയ സമീപകാല ഇന്ത്യൻ അനുഭവങ്ങൾ എന്താണ്? ഇവിടെ ആദരണീയനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു ജനുവരി 22-നെ സംബന്ധിച്ച്. ഞാൻ അതിന്റെ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകില്ല. ജനുവരി 22 ഇന്നയോളമുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും അപകടപൂർണമായ ചില വിജയപേരികളാൽ നമുക്ക് ശിരസ് കുനിക്കേണ്ട വന്ന ദിനമാണ്. മലയാളത്തിന്റെ ആദരണീയനായ പ്രിയപ്പെട്ട കവി P.N. ഗോപികൃഷ്ണൻ, അദ്ദേഹം ഒരു CPIM-ന്റെ പാർട്ടി അംഗമല്ല. അദ്ദേഹം ഇടതുപക്ഷ അനുഭാവി വൃന്ദത്തിൽ എല്ലാ കാലവും നിസ്തർക്കിതമാം വിധം ഇടം പിടിച്ച മനുഷ്യനുമല്ല. പക്ഷെ ലക്ഷണമൊത്ത മതനിരപേക്ഷവാദിയാണ്. എന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ എന്റെ അരികിലിരിക്കുന്ന സാധാരണക്കാരന്റെ ജീവനും രക്തവും ഈ മണ്ണിൽ വീഴാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളീയ പ്രതീകമാണ് P.N. ഗോപികൃഷ്ണൻ. ജനുവരി 22 ഗോപികൃഷ്ണൻ ട്രെയിൻ യാത്രക്കിടയിൽ ഒരു കവിത കുറിച്ചു വെച്ച കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചുര പ്രചാരം നേടി. ആ കവിതയുടെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ ആദരണീയനായ ഗോപികൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്, വെടിവെച്ചിട്ട പള്ളിയുടെ പച്ച ഇറച്ചി തിന്നവന്മാരെ നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് ബോധ്യമാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ഞാൻ വിശദീകരിക്കുന്നില്ല. ഗോപികൃഷ്ണന്റെ വരികളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. വെടിവെച്ചിട്ട പള്ളിയുടെ പച്ച ഇറച്ചി തിന്നവന്മാരെ നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചി തന്നെയാണ് എന്ന് ബോധ്യമാവുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ട്? മങ്കട നിയോജക മണ്ഡലത്തിൽ നിന്ന് അഭിമാനാർഹമായ ഭൂരിപക്ഷത്തോടുകൂടെ മലപ്പുറം പാർലമെന്റിൽ നിന്ന് സഖാവ് V. വസീഫ് എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ MP-ആയി തിരഞ്ഞെടുക്കപ്പെടണമെന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് P.N. ഗോപികൃഷ്ണന്റെ കവിത എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചു ആദരണീയനായ ഉദ്ഘാടകൻ, ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ദേശീയ പാർട്ടികൾക്കും ദേശീയ പാർട്ടികളുടെ എണ്ണം കുറവാണ്. കോൺഗ്രസും CPIM-ഉം ആം ആദ്മി പാർട്ടിയും ഉൾപ്പെടെയുള്ള ചുരുങ്ങിയ ദേശീയ പാർട്ടികളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ അളവുകൾ തന്നെ സംഘപരിവാരം കുശാഗ്ര ബുദ്ധിയാൽ അതിനെ നവീകരിക്കുന്നതിന് ഇക്കാലം സാക്ഷ്യം വഹിച്ചതാണ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ മുഖമായി പരിലസിക്കുന്ന ഈ പാർട്ടികൾക്കാകെ ഈ ആരാധനാലയത്തിന്റെ നിർമ്മാണ കമ്പനി കത്തുകൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഉത്തരേന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുകയല്ല. കേരളത്തിന്റെ അനുഭവം നിങ്ങൾ കാണാം. നമ്മളുടെ പ്രതിപക്ഷ നേതാവിനോട് ഇതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണമാരായി.
പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചു, ജനുവരി 22 നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം പോകുന്നുണ്ടോ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? ജനുവരി 22 അന്ന് എന്താണ് പരിപാടി? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താണ്? നിഷ്കളങ്കനായ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ജനുവരി 22 ഇന്ത്യ എന്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നത് അദ്ദേഹത്തിന് അറിയില്ല. അറിയില്ലാത്തതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഭൂരിപക്ഷ വർഗീയത എന്ന സംഘപരിവാരം അപകടപൂർണമായ ഒരു ചതിക്കുഴി നിർമ്മിക്കുമ്പോൾ ഇന്ത്യൻ വർഗീയതയുടെ ചതിക്കുഴിക്ക് മുമ്പിൽ നിങ്ങൾക്കെന്ത് നിലപാട്? നിങ്ങൾ ആരുടെ പക്ഷത്തോടൊപ്പം? നിങ്ങളുടെ ചേരി ഏതാണ്? നിങ്ങൾ ആരോടൊപ്പമാണ്? ഈ ചോദ്യത്തിന് മുമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോഴാണ് നമ്മൾ കാണുന്നു ജനുവരി 22 പൊതു അവധി പ്രഖ്യാപിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും യു പിയിലാണ്, അല്ലെങ്കിൽ മധ്യപ്രദേശിലാണ്, ഛത്തീസ്ഗഡിലാണ്, രാജസ്ഥാനിലാണ്. എവിടെയാണ്? ഈ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖു, അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ പ്രതിനിധിയല്ല, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ്. അയാൾ പറയുന്നു, ഏത് ഹൈക്കമാൻഡ് എതിർത്താലും ശരി ഹിമാചൽ പ്രദേശ് ജനുവരി 22 പൊതു അവധി ദിനമായിരിക്കും. കുട്ടികൾ ആരും സ്കൂളിൽ പോകേണ്ടതില്ല, ജീവനക്കാർ ഓഫീസുകളിൽ പോകേണ്ടതില്ല, സർക്കാർ മന്ദിരങ്ങളാണത് കിടക്കും, ജനജീവിതം പൊതുവിൽ നിശബ്ദമാകും. അങ്ങനെ നിശബ്ദമായ ജനജീവിതം ജനുവരി 22 കാഴ്ച കണ്ട് ആഘോഷിക്കണം. ഇത് പറയുന്നത് ആരാണ്? ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. സമീപ ആഴ്ചകൾക്ക് പുറകിലാണ് 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിന്റെയും സൂക്ഷ്മതകളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ആന്ധ്രാപ്രദേശിലും മിസോറാമിലും മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. അങ്ങാടിപ്പുറത്തുള്ള നമ്മൾ ആരെങ്കിലും അതിൽ ആഹ്ലാദം പൂണ്ടവരാണ്, അതിൽ പായസ വിതരണം നടത്തിയവരാണ്. നമ്മുടെ കേരളത്തിലെ എതിരാളി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്കങ്ങ് ആഘോഷിച്ചാലോ? ഈ ചിന്ത നമുക്കാർക്കും ഉണ്ടായില്ല. കോൺഗ്രസിന്റെ പരാജയത്തിലും RSSന്റെ വിജയത്തെ അപകടപൂർണമായ ജാഗ്രതയോടുകൂടെ സ്വീകരിച്ചവരാണ് നമ്മളെല്ലാവരും. അതിൽ ആഹ്ലാദചിത്തവരായവരല്ല, അതിൽ ആശങ്കാജനകമായ ജാഗ്രത ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചവരാണ് അങ്ങാടിപ്പുറത്തെയും ഇന്ത്യയിലെയും ഇടതുപക്ഷം എന്ന് പറയുന്നത്. പ്രത്യേകത എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ഇന്ത്യൻ ഹിന്ദി ഹൃദയഭൂമിയുടെ പ്രതീകമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്, ചെറിയ നേതാവൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് കോടാനുകോടി വരുന്ന ജനത നീങ്ങുന്നതിന് തലേ ദിവസം 24 മണിക്കൂർ മുമ്പ് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളുടെ മുഖമായ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കമൽനാഥിന്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. ഡിയുടെ അഭിമുഖത്തിന്റെ തലവാചകമായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മാധ്യമ എഡിറ്റോറിയൽ സംഘം അവർ നൽകിയ ലീഡ് വാചകം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. മലയാള മനോരമ അത് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. മാതൃഭൂമി ദിനപത്രം അത് അറിഞ്ഞതായി ഭാവിച്ചതേയില്ല. 7 മണി മുതൽ 10 മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകൾ എവിടെയും ധാർമ്മിക രോഷം കൊണ്ട് രാഷ്ട്രീയ ശരികളെ സംബന്ധിച്ച് നമുക്കൊക്കെ ക്ലാസ് എടുക്കുകയും വിധി പ്രസ്താവം നടത്തുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാധ്യമ അവതാര സിംഹങ്ങൾ ആരും ആ പ്രസ്താവനയെ സംബന്ധിച്ച് നമ്മളോട് വിശദീകരിച്ചില്ല. മണിക്കൂറുകൾ എടുത്തിട്ട് വേണ്ട, മിനിറ്റുകൾ ദൈർഘ്യമുള്ള കുറഞ്ഞ സമയമാവധി എടുത്തു വെച്ച് അതിനെ സംബന്ധിച്ച് സംവദിച്ചിട്ടില്ല. കമൽനാഥിന്റെ അഭിമുഖത്തിന്റെ ലീഡ് വാചകം എന്തായിരുന്നു? നമ്മൾ മറക്കാൻ പാടില്ല, അങ്ങാടിപ്പുറത്തും മംഗളയിലും മലപ്പുറത്തും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന കാലയളവിൽ ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് ദൃഷ്ടാന്തം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തായിരുന്നു കമൽനാഥന്റെ അഭിമുഖത്തിന്റെ ലീഡ് വാചകം? രാജീവ് ഓപ്പൺ ലോക്സെറ്റ് ബാബറി, ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ഹിസ്റ്ററി എന്നുള്ളതാണ്. ലളിതമായ മലയാള പരിവർത്തനം എന്താണ്? പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്, നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല. ഇത് പറയുന്നതാരാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോ ആധുനിക നവസാങ്കേതിക മാധ്യമങ്ങളുടെ വികാസപര വിസ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കപ്പെട്ട കാലമാണ്. അങ്ങാടിപ്പുറത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ യോഗം ചെയ്യുന്നത് അമേരിക്കയിലും ടെക്സാസിലും കാലിഫോർണിയയിലും ഗസയിലും മാഡ്രിഡിലും ന്യൂയോർക്കിലും ഇരുന്നുകൊണ്ട് കോടാനുകോടി വരുന്ന മലയാളികൾക്ക് തത്സമയം കാണാൻ കഴിയുന്ന കാലമാണ്. ഈ കാലത്തിന് പുറകിൽ ഓൾ ഇന്ത്യ റേഡിയോ മാത്രമുള്ള കാലമായിരുന്നുവെങ്കിലോ? നിങ്ങൾ കാണുക, പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്, നീയൊന്നും അത് മറക്കാൻ പാടില്ല. ഇത് ശബ്ദം മാത്രം നമ്മൾ കേൾക്കുക. എന്ത് ചെയ്യും? അങ്ങാടിപ്പുറത്തും മലപ്പുറത്തും കേരളത്തിലുള്ള നമ്മൾ നിശ്ചയമായും കരുതും
ഇത് ആരുടെ ശബ്ദമാണ്? ഒരു ആരാധനാലയം തകർക്കുക, അതൊരു പള്ളിയാവട്ടെ, ഒരു മോസ്കാവട്ടെ, ഒരു ക്ഷേത്രമാവട്ടെ, ഒരു ബുദ്ധവികാരമാവട്ടെ, ഏത് മതവിശ്വാസികളുടെയും ആരാധനാലയമാവട്ടെ, ഒരു ആരാധനാലയം തകർക്കുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ പണിയാണ്? സത്യസന്ധമായി നമ്മൾ പറയില്ല അത് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പണിയാണ്. ഇപ്പോഴും അത് പറയാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ. അവർ അതിനെ പിന്തുണയ്ക്കുമെന്നും ആത്മാർത്ഥമായി നമ്മൾ കരുതുന്നില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? ഈ ശബ്ദത്തിന്റെ ഉടമ, ഈ അവകാശവാദം നടത്തുന്നവർ ലക്ഷണമൊത്ത ഭീകരവാദികളാണ്. അവർക്ക് മതവിശ്വാസവുമായി ബന്ധമില്ല. ഇതാണ് നമ്മൾ കരുതുക. ഗാന്ധിയുടെ ചരിത്രക്കുറിപ്പുകളിൽ ഒന്നിലധികം വിശദീകരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ത്യ വിഭജിക്കണമെന്ന ആവശ്യവുമായി ജിന്നയും സംഘവും വരികയാണ്. ഗാന്ധി ഉയർത്തുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. കോപാകുലനായി രോഷം കലർന്ന ശബ്ദത്തോടുകൂടെ അങ്ങനെ ഒരു ഗാന്ധിയെ നമ്മളാരും കണ്ടിട്ടില്ല. ചരിത്രം അത്തരം ഒരു ഗാന്ധിയെ രേഖപ്പെടുത്തുന്നില്ല. സ്വതവേ നിസ്വനായ, എല്ലാ ഘട്ടങ്ങളിലും അഹിംസയുടെ പ്രവാചക രൂപത്തോടുകൂടെ ശാന്തതയോടുകൂടെ പ്രതികരിക്കുന്ന ഗാന്ധി ഇന്ത്യയെ വിഭജിച്ചൊരു പുതുരാഷ്ട്രം എന്ന ജിന്നയുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി നിങ്ങൾക്കൊരു പുതിയ രാഷ്ട്രം? ജിന്ന പറയുന്ന മറുപടി 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ മറക്കാൻ പാടുള്ളതല്ല. ജിന്നയുടെ മറുപടി എന്താണ്? ഫോർ ദ സേക്ക് ഓഫ് അവർ റിലീജിയൻ വി നീഡ് എ ന്യൂ നേഷൻ. ഞങ്ങളുടെ മതത്തിന്റെ ആവശ്യകതയ്ക്ക് ഞങ്ങൾക്കൊരു രാഷ്ട്രം വേണം. അതായിരുന്നു ജിന്നയുടെ മറുപടി. ഗാന്ധിയുടെ പ്രതികരണം എന്താണ്? ചരിത്ര പാഠപുസ്തകങ്ങൾ മറിച്ചു നോക്കിയിട്ടല്ല, ഒരു നിമിഷാർത്ഥം പോലും വൈകാതെ ഈ രാഷ്ട്രത്തിന്റെ വെളിച്ചമെന്ന് പണ്ഡിറ്റ് നെഹ്റു വിശേഷിപ്പിച്ച മഹാത്മാഗാന്ധി തിരികെ മറുപടി പറയുന്നുണ്ട്. യു ആർ ഡൂയിങ് ഇർറിലീജിയസ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. നിങ്ങൾക്ക് മതവുമായി ബന്ധമില്ല. നിങ്ങൾ മതത്തിന്റെ പേരിൽ മതവിരുദ്ധമായത് ചെയ്യുന്ന കൂട്ടമാണ് എന്ന് ഗാന്ധി ജിന്നയോട് പറയുന്നുണ്ട്. 2024 പാകിസ്ഥാന്റെ അനുഭവങ്ങളിലല്ല, ഇന്ത്യക്ക് പാഠമാകുന്ന വാചകങ്ങളാണ് ഗാന്ധിയുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഒരു ആരാധനാലയം തകർക്കുക, തകർക്കപ്പെട്ട ആരാധനാലയത്തിന്റെ പിതൃത്വവും മാതൃത്വവും ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുക. അൽ ഖ്വയ്ദയും ലഷ്കർ ഇ തോയ്ബയും RSSഉം പോലെയുള്ള ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനകളാണ് സാധാരണ ഇത്തരം കാര്യങ്ങളുടെ പിതൃത്വവും മാതൃത്വവും ചൊല്ലി അവകാശം ഉന്നയിക്കാറുള്ളത്. നമ്മൾ അങ്ങാടിപ്പുറത്ത് ഒത്തുചേരുന്നതിന് ആഴ്ചകൾക്ക് പുറകിൽ ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് എന്താണ്? ഈ ശബ്ദത്തിന്റെ ഉടമ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ല, അതിന്റെ നേതാവല്ല. നമ്മളുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമെന്ന് അവകാശപ്പെടുകയും ഇപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ദേശീയ നേതാവാണ്. അധികാരം ലഭിച്ചിരുന്നുവെങ്കിൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയാകേണ്ടയാളാണ്. കമൽനാഥാണ് പറയുന്നത്, പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങളുടെ നേതാവായ രാജീവാണ്. നീയൊന്നും ആ ചരിത്രം മറക്കാൻ പാടില്ല. ആരാധനാലയം പണിയുന്ന സമയത്ത് വെടിവെച്ചിട്ട പള്ളിയുടെ സ്ഥാനത്ത് വേണം ആരാധനാലയത്തിന് വേണ്ടി ക്ഷണക്കത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് നിലവിളിച്ചവർ ആരായിരുന്നു? ഇവിടെ സൂചിപ്പിച്ച വയനാട് പാർലമെന്റ് മെമ്പറുടെ സഹോദരിയായിരുന്നു. വെള്ളി ഇഷ്ടിക കൊടുത്തയക്കുന്നു, സംഭാവനകൾ കൊടുത്തയക്കുന്നു. ഇതിന് കേരളവും ഇന്ത്യയും സാക്ഷ്യം വഹിച്ചതാണ്. ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയം പാതാളത്തോളം പോകുന്ന മഹാകൃത്യങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമോ എന്ന ആശങ്കയിൽ CPIM-കാരും ഇടതുപക്ഷക്കാരും മാത്രമല്ല, ലക്ഷണമൊത്ത മനുഷ്യത്വം വിട്ടുമാറിയിട്ടില്ലാത്ത മുഴുവൻ ആളുകളും മനുഷ്യരായ മനുഷ്യരൊക്കെയും വേദനയോടുകൂടെ നോക്കിക്കണ്ട അനുഭവമാണ്. ചില ആളുകൾ പോകാൻ മത്സരബുദ്ധിയോടുകൂടെ നിലപാട് സ്വീകരിച്ചു. ദിഗ്വിജയ് സിംഗ് പറഞ്ഞു ഞാൻ പോകും, കമൽനാഥ് പറഞ്ഞു ഞാൻ പോകും, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ഞാൻ വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചതാണ്. വയനാട് പാർലമെന്റ് മെമ്പറുടെ കുടുംബം പറയുന്നു ഈ ആരാധനാലയം ഞങ്ങളുടെ അച്ഛന്റെ സ്വപ്നമാണ്. കമൽനാഥ് പറയുന്നു അതിന്റെ അടിത്തറയും മേൽക്കുറയും തകർക്കാൻ താഴ് കൊടുത്തു തുറന്നു നൽകിയത് ഞങ്ങളാണ്, ഇന്ത്യയിലെ കോൺഗ്രസ് ആണ്. 2024 ഇന്ത്യൻ പ്രത്യേകത എന്താണ്? തകർത്തു കളഞ്ഞ ആരാധനാലയത്തിന്റെ പിതൃത്വത്തെ ചൊല്ലി ഇന്ത്യയിൽ കോൺഗ്രസും RSSഉം മത്സര ബുദ്ധിയോടുകൂടെ തമ്മിലിടിച്ചു. ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയം ശിരസ് കുനിക്കുമാറ് അസാധാരണമായ ഹൃദയവേദനയോടുകൂടെ നോക്കിക്കണ്ട നിമിഷം ഇന്ത്യയിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ വർഗീയവാദത്തിന്റെ ചതിക്കുഴിക്ക് മുമ്പിൽ എന്തു ചെയ്യും എന്നറിയാതെ തലചുറ്റി നിന്ന നിമിഷം പ്രത്യേകത എന്താണ്? ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഈ ആരാധനാലയത്തിന്റെ നിർമ്മാണ കമ്മിറ്റി സംഘം രാജ്യതലസ്ഥാനത്ത് ഭായ് ബീർ സിംഗ് മാർഗിന് സമീപമുള്ള AKG ഭവനിലേക്ക് എത്തി. ചെറിയ പാർട്ടിയാണ് CPIM. ഈ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രചാരകരുടെ വാചകങ്ങൾ കടമെടുത്താൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടാൻ കഴിയുന്ന ജനപ്രതിനിധികളുള്ള ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? അങ്ങാടിപ്പുറത്തെ ലോക്കൽ കമ്മിറ്റി കൂടാൻ കാത്തു നിന്നില്ല ഇന്ത്യയിലെ ഇടതുപക്ഷം.
ക്ഷണക്കത്ത് ലഭിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയെ പാതാളത്തോളം പോന്ന മഹാകൃത്യങ്ങളിലേക്ക് പതിക്കുവാൻ തയ്യാറെടുത്തു നിന്നിരുന്ന ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയെ മഹാപർവ്വതങ്ങളോടും ഗിരിനിരകളോടും വലിപ്പമുള്ള ആകാശത്തിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ പ്രതീകമായ സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞു, ഞങ്ങൾ ആ മണ്ണിലേക്ക് കാലുകുത്താനില്ല എന്ന് പറഞ്ഞു. സുപ്രഭാതം ദിനപത്രം, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിശദീകരിക്കുന്നില്ല, അവരുടെ നിലപാടെന്തായിരുന്നു. അഭിമാനത്തോടുകൂടെ കേരളത്തിൽ അപ്പോൾ എഴുതി, പള്ളി പൊളിച്ച മണ്ണിൽ കാലുകുത്തില്ല എന്ന് ആർജവത്തോടുകൂടെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും തയ്യാറുണ്ടോ എന്ന് സുപ്രഭാതം വാർത്ത എഴുതിയത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ നോക്കിയിട്ടാണ്, ഇന്ത്യൻ ഇടതുപക്ഷത്തെ നോക്കിയിട്ടാണ്, സഖാവ് സീതാറാം യെച്ചൂരിയുടെ പ്രതികരണത്തെ നോക്കിയിട്ടാണ്. സ്വായത്തമാക്കാൻ വേണ്ടി കഴിയും. ഈ അഴിമതിയാണ് ഇന്ത്യയിൽ RSS നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ പങ്കുപറ്റി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ. പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഇടതുപക്ഷം അതിന്റെ മുഖമായ CPIM ഒരു ഹർജി നൽകി സുപ്രീം കോടതി. അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത്, പഞ്ചാബ് ഗവൺമെന്റിന്റെ അഡീഷണൽ കൗൺസിൽ, ഇന്ത്യൻ ഇടതുപക്ഷത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായി. കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലൈവ് ലോ എന്ന ഓൺലൈൻ പോർട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ കോർട്ടിൽ രസകരമായ എന്നാൽ ഗൗരവമുള്ള ഒരു സംവാദം നടന്നു. ഇന്ത്യയുടെ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് CPIM ഇടതുപക്ഷത്തിന് വേണ്ടി ഹാജരായ ഷാദൻ ഫറാസത്തിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആർ യു നോട്ട് അഷൈംഡ് ടു കം ഹിയർ? പകൽ ഇലക്ട്രൽ ബോണ്ടിന്റെ നക്കാപ്പിച്ച പറ്റി അതിനുശേഷം അതിനെതിരെ ഹർജി കൊടുത്ത് ഇവിടെ വന്ന് വാദിക്കാൻ, ആ പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി ഇവിടെ വന്ന് നിൽക്കാൻ അങ്ങേക്ക് നാണമാകുന്നില്ലേ എന്ന് ഇന്ത്യയുടെ ന്യായാധിപ സംഘം പറഞ്ഞു. അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് ഡിസന്റിന്റെ വിയോജിപ്പിന്റെ ഒരു കരമുയർത്തി അദ്ദേഹത്തോട് തുടരാൻ പറഞ്ഞു ഇന്ത്യയുടെ ന്യായാധിപ സംഘം. അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് പറഞ്ഞു, ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് എന്ന ക്രമവൽക്കരിക്കപ്പെട്ട അഴിമതിയുടെ കോടാനുകോടി വരുന്ന കള്ളപ്പണത്തിന്റെ നക്കാപ്പിച്ച സ്വീകരിക്കണമെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രത്യേക അക്കൗണ്ട് തുടങ്ങണം. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്ന് വിനീതമായ ശബ്ദത്തോടുകൂടെ അഡ്വക്കേറ്റ് ഷാദൻ ഫറാസത്ത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ന്യായാധിപ സംഘത്തെ ഓർമ്മിപ്പിച്ചു. ഈ SBIയുടെ അക്കൗണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി പണം സ്വീകരിക്കാൻ ആ അക്കൗണ്ട് ആരംഭിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇന്ത്യയിലെ ഇടതുപക്ഷം, അതിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്പനിമിഷത്തേക്കെങ്കിലും ഗൗരവപൂർണമായ ഒരു മൗനം ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ന്യായാധിപ സംഘത്തിനുണ്ടായി. പ്രത്യേകത എന്താണ്? നമ്മുടെ ചെറിയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം. ആകാശത്തോളം വലിപ്പമുള്ള പാർലമെന്ററി സ്വാധീനം നമുക്കില്ല, പക്ഷെ നിലപാടുകളിൽ ആ വലിപ്പമുണ്ട്. പ്രത്യേകത എന്താണ്? നമ്മളുടെ നാട്ടിൽ അങ്ങാടിപ്പുറത്ത് മാത്രമല്ല, അങ്ങാടിപ്പുറത്തും മലപ്പുറത്തും കേരളത്തിലുമുള്ള അന്തസ്സുള്ള ലീഗുകാരും കോൺഗ്രസുകാരും ഒക്കെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോട് കടപ്പാടുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാണ്? ഈ തുക ഉപയോഗിച്ചിട്ടാണ് അനിൽ ആന്റണിമാരെ BJP വിലക്കെടുക്കുന്നത്. ഈ തുക ഉപയോഗിച്ചിട്ടാണ് പത്മജ വേണുഗോപാൽമാരെ BJP വിലക്കെടുക്കുന്നത്. ഈ തുക ഉപയോഗിച്ചിട്ടാണ് ലീഗ് നോമിനേറ്റ് ചെയ്ത വൈസ് ചാൻസലറായിരുന്ന അബ്ദുൽ സലാമിനെ ഇപ്പോൾ വിലക്കെടുത്ത് കേരളത്തിലെ പാർലമെന്റിൽ നിന്ന് ജനവിധി തേടാൻ BJP തീരുമാനിക്കുന്നത്. ഇങ്ങനെ ലീഗിനെയും കോൺഗ്രസിനെയും വിലക്കെടുക്കാനുള്ള BJPയുടെ ഫണ്ട് സുപ്രീം കോടതിയിൽ പോയി അന്തസ്സുള്ള രാഷ്ട്രീയ സമരായുധത്തിന്റെ പ്രതീകമായ നിയമ പോരാട്ടം നടത്തി ആ ഫണ്ടിങ് അവസാനിപ്പിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. അതായത് അനില പോകാതിരിക്കാൻ, പത്മജ രഘുനാഥന്മാർ അധികം പോകാതിരിക്കാൻ ഇന്ത്യൻ ഇടതുപക്ഷമാണ് BJPയുടെ ഫണ്ടിങ്ങിന്റെ സോഴ്സ് അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങാടിപ്പുറത്തും മലപ്പുറം പാർലമെന്റിലുമുള്ള അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ ലീഗുകാരും കോൺഗ്രസുകാരുമാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും അധികാരമോഹികളായ സാമ്പത്തിക മോഹികളായ ആളുകളെ RSSന് വിലക്കെടുക്കാനുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ഗ്യാരണ്ടി ഉണ്ടാക്കിയ സഖാവ് തെരഞ്ഞെടുത്തയക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ഇത് മാത്രമല്ല പ്രത്യേകത, ഇലക്ട്രൽ ബോണ്ടും ജനുവരി 22 സന്ദർഭോത്സവം വിശദീകരിച്ചു എന്ന് മാത്രം. എന്തുകൊണ്ടാണ്? കേരളം ഈ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം ഇന്ത്യയുടെ ആകാശത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. അപ്പോഴോ ആ കേരളം ഇന്ത്യൻ ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ആലങ്കാരികമായി ഞാൻ പറഞ്ഞതല്ല,
അർത്ഥസമ്പൂർണമായി തന്നെ ഞാൻ വിശദീകരിച്ചതാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്ന് കേരളത്തെ തുടച്ചു നീക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന്, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ജനാധിപത്യ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ ഹൃദയമായ കേരളം ഉണ്ടാകാൻ പാടില്ല എന്ന് RSS ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിന് കാലത്തോളം പഴക്കമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഒത്തുചേരുന്ന കാലയളവിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പേരിൽ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളം ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പതാകയെ തുടച്ചു നീക്കുവാൻ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന് നേർക്ക് സാമ്പത്തിക യുദ്ധവും ആലങ്കാരികമായ പ്രയോഗമല്ല, അർത്ഥസമ്പൂർണമായ പ്രയോഗമാണ്. എന്തുകൊണ്ടാണ് സാമ്പത്തിക യുദ്ധം? പതിറ്റാണ്ടുകൾക്ക് പിറകിൽ, മരണപ്പെടുന്നതിന് ഏതാണ്ട് നാളുകൾക്ക് പിറകിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ ആദരണീയനായ ക്യൂബയുടെ നേതാവ് ഫിഡൽ 6.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിലേക്ക് എത്തി വിശ്വപ്രസിദ്ധി ആർജിച്ച മണിക്കൂറുകൾ പ്രഭാഷണം നടത്താനുള്ള ഫിഡൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. വാക്കുകളെ മുറിഞ്ഞു പോകുന്നുള്ളൂ. മുറിഞ്ഞുപോയ വാക്കുകളിൽ മുറിഞ്ഞു പോകാത്ത രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഫിഡൽ ഐക്യരാഷ്ട്രസഭ വഴി ലോകത്തോട് പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് 2 വാചകങ്ങളിലാണ്. അദ്ദേഹം പറയുന്നു, 4 പതിറ്റാണ്ടായി ക്യൂബ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ചുവരെഴുതുന്നത് ഫിനാൻഷ്യൽ സീഗ് ഈസ് നോട്ട് മിയർലി എ ഫിനാൻഷ്യൽ ക്രൈസിസ്. സാമ്പത്തികമായ ഉപരോധം ഞങ്ങളെ അത് ക്യൂബയ്ക്ക് മേൽ നടത്തപ്പെടുന്ന യുദ്ധം. ക്യൂബയും തമ്മിൽ എന്ത് താരതമ്യം? ക്യൂബ ഒരു രാഷ്ട്രമാണ്. അമേരിക്കയുടെ മടിത്തട്ടിൽ ഭൂപടം പരിശോധിച്ചാൽ കിടക്കുന്ന രാഷ്ട്രം. കേരളം ഒരു സംസ്ഥാനമാണ്. ആ അർത്ഥത്തിൽ സമീകരണങ്ങളില്ല. പക്ഷെ പ്രത്യേകത എന്താണ്? കേരളത്തിന് നേർക്ക് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘപരിവാരം. സാമ്പത്തിക യുദ്ധം 1,06,000 കോടി രൂപയുടെ വിശാലമായ കണക്കിലേക്കല്ല ഞാൻ പോകുന്നത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വയോജന പെൻഷൻ പറ്റുന്ന ലീഗുകാരും കോൺഗ്രസുകാരും ഇടതുപക്ഷക്കാരും സംഘപരിവാരക്കാരും ഇതിലൊന്നും പെടാത്തവരുമായ സാധാരണക്കാരായ വയോജനങ്ങളോട് ഇന്ത്യൻ സംഘപരിവാരം പറയുന്നു, നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ മരുന്ന് വാങ്ങാൻ, പേരക്കുട്ടികൾക്ക് നൽകാൻ, അവർക്ക് മുട്ടായി വാങ്ങിച്ചു നൽകാൻ നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ കൈത്താങ്ങാകേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ നിങ്ങൾ രോഗം മൂർച്ഛിച്ച് മരിച്ചു വീണാലും ശരി, നിങ്ങൾ കേരളത്തിലെ വയോജനമാണോ, നിങ്ങൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വയോജനമാണോ, നിങ്ങൾക്ക് ആ പെൻഷൻ ഞങ്ങൾ തരില്ല. ഇതാണ് സാമ്പത്തിക യുദ്ധം. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കേരളത്തിലെ നെൽകർഷകനാണോ, കയറെടുത്ത് ആത്മഹത്യ ചെയ്യാറില്ല. അതിൽ സംഘപരിവാരമോ ഇടതുപക്ഷമോ ലീഗോ കോൺഗ്രസോ ഭേദമില്ല. നിങ്ങൾ മലയാളിയായ നെൽകർഷകനാണോ, നിങ്ങൾ മലയാളിയായ ഉച്ചക്കഞ്ഞി കുടിക്കുന്ന UGC ശമ്പളം പറ്റുന്ന അധ്യാപികയാണോ, നിങ്ങളെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാരാണ് പറയുന്നത്? ഇതാണ് സംഘപരിവാരം പറയുന്നത്. ഇത് ആരോടുള്ള യുദ്ധമാണ്? ഇത് അങ്ങാടിപ്പുറത്തെ CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തകർക്കാനുള്ള യുദ്ധമല്ല. ഇത് അങ്ങാടിപ്പുറത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, മങ്കടയിലെ മലപ്പുറത്തെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഹൃദയമെടുക്കാനുള്ള യുദ്ധമല്ല. ഇത് കേരളത്തോടാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. എന്തുകൊണ്ടാണ് യുദ്ധപ്രഖ്യാപനം? ആദരണീയനായ MN വിജയൻ മാഷ് തലശ്ശേരി കലാപാനന്തരം ഒരിക്കൽ എഴുതുന്ന ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ തലവാചകം തല തകർക്കണമെങ്കിൽ തലശ്ശേരി തകർക്കണമെന്നുള്ളതാണ്. ഇന്ത്യയെ സംഘപരിവാരത്തിനൊരു താലിബാനാക്കണം. ഇന്ത്യയെ ലക്ഷണമൊത്തിയ ഒരു മതരാഷ്ട്രമാക്കണമെങ്കിലോ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത താലിബാൻ, സർവകലാശാലയിൽ നിന്നും കോളേജിൽ നിന്നും പെൺകുട്ടികളെ അടുക്കളയുടെ 4 ചുവരുകളിലേക്ക് തിരിച്ചു വലിച്ചെറിയാൻ ഫത്വ ഇറക്കിയ താലിബാൻ. ആ താലിബാൻ RSSന്റെ സ്വപ്നം. ഇന്ത്യൻ താലിബാനിസ്റ്റുകളാണ് സാന്നിധ്യമാണ് കേരളം. ആ കേരളം ഉണ്ടായ 18 നോക്കി പല മാർഗങ്ങളും സ്വീകരിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്താൻ ശ്രമിച്ചു. കേരളത്തിലെ മനുഷ്യന്മാരുടെ കണ്ണു ചൂഴ്ന്നെടുക്കണം എന്ന് മീനാക്ഷിയിലേക്ക് ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഇതേവരെ കേട്ടിട്ടില്ലാത്ത എത്ര ഹീനമായ മനുഷ്യത്വ വിരുദ്ധത കേരളത്തിന് മേൽ തീമഴ എന്നതുപോലെ പെയ്തിറങ്ങുന്നത് നമ്മുടെ കാലയളവ് സാക്ഷ്യം വഹിച്ചു. പ്രത്യേകത എന്താണ്? കേരളം അതിന് മുന്നിൽ കീഴടങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ത്യൻ സംഘപരിവാരത്തിൽ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിയമത്തുനിന്ന് പ്രതിനിധി എങ്ങനെ ലഭിച്ചു എന്ന വോട്ടിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 30,000 40,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് 10,000 വോട്ടിൽ താഴെ മാറിയപ്പോൾ കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി സംഘപരിവാർ രാഷ്ട്രീയത്തിന് നിയമത്തുനിന്ന് ഒരു പ്രതിനിധിയെ ലഭിച്ചു. ഈ 2021 വന്നപ്പോഴോ ദിനതയിൽ വർദ്ധിച്ച ആക്രമണങ്ങൾക്ക് കേരളം വിധേയമായി. ഈ സംഘം വന്ന് കേരളത്തിന് നേർക്ക് പലവിധ ആക്രമണങ്ങളുടെ ഹീനമായ പ്രതികരണങ്ങൾ നടത്തി. കീഴടങ്ങാത്ത മനസ്സോടുകൂടെ കേരളം എന്ത് ചെയ്തു?
2021 ഇന്ത്യൻ വർഗീയതയോട് പകരം വീട്ടി. എങ്ങനെ പകരം വീട്ടി? RSSനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ടായിരുന്നില്ല. കേരളത്തിന്റെ നിയമസഭയിൽ RSSന്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ സഖാവ് ശിവൻകുട്ടിയെ 10,000-കണക്കിന് വോട്ടുകളുടെ മഹാഭൂരിപക്ഷത്തോടുകൂടെ കേരളം തെരഞ്ഞെടുത്തു. RSSന്റെ അക്കൗണ്ട് കേരളം പൂട്ടി. അപ്പോഴോ സംഘപരിവാർ രാഷ്ട്രീയത്തെ കേരളത്തിന്റെ പാർലമെന്ററി ഭൂപടത്തിൽ നിന്നും കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി സമ്പൂജ്യരാക്കി തുടച്ചു തൂത്തുകളഞ്ഞു. അപ്പോഴോ സാമ്പത്തിക യുദ്ധം എന്ന ഒടുവിലത്തെ അടവിലേക്ക് വന്നിരിക്കുകയാണ്. പെൻഷൻ മുടങ്ങുന്നു, സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നു, അധ്യാപകരുടെ ശമ്പളം മുടക്കുന്നു, അതേപോലെ നെൽകർഷകരുടെ വിഹിതം മുടക്കുന്നു, റേഷൻ സബ്സിഡി ഇല്ലാതാക്കുന്നു, അരിവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു, കേരളത്തിലേക്ക് കൊടുത്തയച്ച കുടിവെള്ളത്തിന് കാശ് ചോദിക്കുന്നു. വറുതിയുടെയും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ നിന്ന കേരളത്തിന് സാമ്പത്തിക സമാഹരണത്തിന്റെ അവസാനത്തെ വഴിയെയും വെട്ടുന്നു. വിദേശ രാഷ്ട്രങ്ങൾ മലപ്പുറത്തു നിന്ന് ലോകപ്രവാസത്തിന്റെ സീമകളിലേക്ക് പടർന്നു പന്തലിച്ച 10,000-കണക്കിന് വരുന്ന മനുഷ്യന്മാരുടെ ചോരയിലും വേർപ്പിലും ശിരസുയർത്തി പിടിച്ചു നിൽക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഞങ്ങളുടെ കേരളത്തിനെ ഞങ്ങൾ സഹായിക്കാൻ സന്നദ്ധമാണെന്ന് വിളിച്ചു പറയുമ്പോൾ ആ സഹായത്തെ വെട്ടാൻ ഇന്ത്യൻ സംഘപരിവാരം മുമ്പോട്ടേക്ക് വരുന്നു. ഏത് വിധേനയും കേരളത്തിന്റെ അതിജീവനത്തെ തകർത്തെറിയുക. അതിന് മുമ്പിൽ കേരളം കീഴടങ്ങിയില്ല. നമ്മൾ അതിനു മുമ്പിൽ പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ സമരധാര തീർത്തു. സമരധാര തീർത്തപ്പോഴോ മുമ്പൊരിക്കൽ ആദരണീയനായ മാക്സിം ഗോർക്കി 1930-കളിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളുടെ കാലയളവിൽ അമ്മ എന്ന മഹാസാഹിത്യ സൃഷ്ടിയെ നമുക്ക് സംഭാവന ചെയ്തതാണ് മാക്സിം ഗോർക്കി. ഗോർക്കി ലോകമെമ്പാടുമുള്ള സാഹിത്യകാരന്മാരോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. സാഹിത്യ നായകന്മാരെ നിങ്ങളുടെ ചേരിയേത്? നിങ്ങൾ ആരോടൊപ്പം? നിങ്ങൾ ഏതു പക്ഷത്ത്? ഇന്നയോളമുള്ള മനുഷ്യ സമുദായത്തിന്റെ വികാസ പരിണാമങ്ങളിൽ ശ്രദ്ധേയമായ ചുവരെടുത്തുന്നതുപോലെ ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ആരോടൊപ്പമാണ്? നിങ്ങളുടെ ചേരി ഏതാണ്? പെരുമ്പാവൂർ ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടക്കവേ മഹാനായ EMS, നമ്മുടെ മലപ്പുറം ജന്മം നൽകിയ, മലപ്പുറത്തിന് ജന്മം കൊടുത്ത മഹാനായ EMS ദേശാഭിമാനിയിൽ എഴുതുന്നുണ്ട്, നിങ്ങളുടെ ചേരി ഏതാണ്? നിങ്ങൾ ആരോടൊപ്പമാണ്? പ്രത്യേകത എന്താണ്? കേരളമാണ് വെല്ലുവിളി നേരിടുന്നത്. അങ്ങാടിപ്പുറത്തെ വയോജനങ്ങളാണ്, വിധവകളാണ്, സ്കൂൾ കുഞ്ഞുങ്ങളാണ്, നെൽകർഷകരാണ്, അധ്യാപകരാണ്. അങ്ങാടിപ്പുറത്തിന്റെയും കേരളത്തിന്റെയും പൊതുപരിച്ഛേദമാണ് RSSന്റെ ആക്രമണങ്ങളെ ഏറ്റുവാങ്ങേണ്ടവന്ന് ജീവിതം ദുസ്സഹമാകുന്നത്. സാമ്പത്തിക യുദ്ധം 1000-കണക്കിന് കോടി രൂപയുടെ ഒരു ക്രമനമ്പരല്ല. എന്റെയും നിങ്ങളുടെയും അടുക്കളകളിൽ നമ്മുടെ ജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾക്ക് മേലെ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സംഘപരിവാർ ഭീകരതയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. കേരളത്തെ തകർക്കാനുള്ള സാമ്പത്തിക യുദ്ധത്തിന് മുമ്പിൽ നിങ്ങൾ ആരോടൊപ്പം എന്ന ചോദ്യത്തിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ KPCC പ്രസിഡന്റ് പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ സംഘപരിവാരത്തോടൊപ്പം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടതെന്താ? ഇപ്പൊ നമ്മുടെ സഖാക്കൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വീടാന്തരം കയറി ഫണ്ട് പിരിക്കാനുള്ള ശ്രമങ്ങളിലാണ്. ചെറിയ ചെറിയ പൈസ സ്വീകരിച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. മറ്റു പാർട്ടികളെ പോലെ കോടാനുകോടികളെ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യൻ ഇടതുപക്ഷത്തിനില്ല. അപ്പൊ പല സഖാക്കളും ചിലപ്പോൾ വിഷമം പറയാറുണ്ട്. എത്രയെത്ര പരിപാടികളാണ്. ജനുവരി 20-ന് മനുഷ്യച്ചങ്ങല, അതിനു മുമ്പ് ഡൽഹി പോയി കേരളത്തിന്റെ ക്യാബിനറ്റും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും സമരം നടത്തുമ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ, മലപ്പുറം നഗരസഭയിൽ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അന്ന് സമരത്തിന് പണപ്പിരിവ്, ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് പണപ്പിരിവ്, നവകേരള സദസ്സിന്റെ നടത്തിപ്പ്, മനുഷ്യച്ചങ്ങലയുടെ നടത്തിപ്പ്, ഇതൊക്കെ ഒരു ബഹുജന രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയായിരുന്നു. കേരളം ആക്രമിക്കപ്പെടുകയാണ്. സാമ്പത്തികമായി യുദ്ധപ്രഖ്യാപനം കേരളത്തിന് നേരെ നടക്കപ്പെടുന്നു. ആ യുദ്ധപ്രഖ്യാപനത്തിന് മുമ്പിൽ കോൺഗ്രസും സംഘവും ചേർന്ന് കേരളത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. RSSന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ കേരളീയ നടത്തിപ്പുകാരായി BJPയോടൊപ്പം അവരെക്കാൾ കൂടുതൽ നിന്നത് കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നു. നമ്മൾ ശിരസ് കുനിച്ചില്ല, നമ്മൾ നട്ടല് വളച്ചില്ല, നമ്മൾ പഞ്ചപുച്ഛ മടക്കിയില്ല. പ്രബുദ്ധ രാഷ്ട്രീയത്തിന്റെ പതാക മടക്കി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കോടികൾ തരാം എന്ന് സംഘപരിവാരം